Hi, hello Nanakila. Welcome back to Crazy Beats Boutique. ഇന്നത്തെ വീഡിയോയിൽ 3 കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്ലബ് കോട്ടൺ സിൽക്കിൽ സ്ലിറ്റഡ് കുർത്തി കളക്ഷൻ കാണുന്നുണ്ട്. വിത്ത് ഹെവി മിറർ വർക്ക് ആണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന മോഡലാണ്. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വർക്കാണ് ആപ്ലിക് വർക്ക്. അപ്പോൾ ജോർജറ്റിൽ അജ്രക്കിൻ്റെ ആപ്ലിക് വർക്കും മിറർ വർക്കും ഒക്കെ കൂടെ വന്നിട്ടുള്ളൊരു അടിപൊളി കളക്ഷൻ ഉണ്ട്. അതുകൂടാതെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്കിൽ ഷർട്ട് കോളറൊക്കെ വെച്ച് നല്ലൊരു എ ലൈൻ ഫ്രോക്ക് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ 3 കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകാം. ബിഫോർ ദാറ്റ് നമ്മുടെ ബുട്ടിക്ക് വരുന്നത് തൃശ്ശൂർ MG റോഡാണ്. MG റോഡ് നിയർ രാംദാസ് തിയേറ്റർ ആണ്. തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് MG റോഡിലോട്ട് ഇറങ്ങുമ്പം രാംദാസ് തിയേറ്റർ എത്തേണ്ട. അതിന് മുന്നേ ഇസാഫ് ബാങ്ക് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. സോ ബുട്ടീക്കിലേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബുട്ടീക്കിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടോ, സ്റ്റോക്ക് ഉണ്ടോ, സൈസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം വരാം. കാരണം നമ്മൾ വീഡിയോയിൽ ഇട്ടതാകുമ്പം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത്ര അധികം ഓർഡേഴ്സ് വരുന്നതാണ്. അപ്പോൾ അത് ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് ചോദിച്ച് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വരാം. അല്ലാതെ നമ്മുടെ ബുട്ടീക്കിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. സോ അതൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഷോപ്പിലേക്ക് വരാം. ബുട്ടീക്കിലെ കളക്ഷൻസിൻ്റെയൊക്കെ റെഗുലർ വീഡിയോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തിടുക. അപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത്, ഐറ്റംസ് ഒക്കെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻസ് വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക്, ഷെയർ ഓർ കമൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീഡിയോയിൽ നല്ലൊരു ആക്റ്റീവ് വ്യൂവർ ആയിട്ട് നിൽക്കുക. സോ ആക്റ്റീവ് വ്യൂവേഴ്സിന് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ട് സ്ലബ് കോട്ടൺ സിൽക്കിലെ ഹെവി മിറർ വർക്ക് വന്നിട്ടുള്ള സ്ലിറ്റഡ് കുർത്തീസ് ആണ്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. സ്ലബ് കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതുപോലെയാണ് ഫാബ്രിക് വരുന്നത്. ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉള്ളൊരു ഫാബ്രിക് ആണ്. ആൻഡ് ഇതിനകത്ത് 4 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഇങ്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ക്ലോസർ വ്യൂ നോക്കിക്കേ. മിറർ വർക്ക് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് ഒരു സൈഡിലാണ് നമ്മൾ മിറർ വർക്ക് കൊടുത്തിട്ടുള്ളത്. വി നെക്കാണ് നമ്മുടെ കുർത്തിക്ക് വന്നിട്ടുള്ളത്. ആൻഡ് യോക്കിൻ്റെ ഒരു സൈഡിലോട്ടാണ് അതിൻ്റെ മിറർ വർക്ക്. ഹെവി വർക്കാണ് കേട്ടോ. മിറേഴ്സും അതുപോലെ തന്നെ കട്ട് ബീഡ്സ്, ആൻറ്റി കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, മിറേഴ്സിന് ചുറ്റും ഒരു സിൽവർ കളർ ത്രെഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കോൺട്രാസ്റ്റ് ആയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ കുർത്തി വരുന്നത്. സ്ലീറ്റഡ് പാറ്റേൺ ആണ്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. സ്ലീവിൽ ലൈനിങ് ഇല്ല. സ്ലീവ് 3/4 സ്ലീവ് ആണ്. 46 ഇഞ്ചസ് ആണ് നമ്മുടെ കുർത്തി ലെങ്ത് വരുന്നത്. പ്രൈസ് വരുന്നത് 699 ഓൺലി. മീഡിയം, ലാർജ്, XL, XXL സൈസസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വീനെക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ്. വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിളക്കമായിരിക്കും കേട്ടോ. ഈ ഒരു മിറേഴ്സൊക്കെ തന്നെ ഇത്രയും ഹെവി ആയിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ് ആയിരിക്കും. മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക. മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത് വന്നിട്ട് നേരെ റിവേഴ്സ് ആയിട്ടാണ് കേട്ടോ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഇതിനകത്ത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു സിൽവർ കളർ ത്രെഡ് വർക്ക് ആയിരുന്നു. അപ്പോൾ ആ ഒരു സിൽവർ കളർ ഫാബ്രിക്കാണ് ബോഡിയിലോട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് മിറേഴ്സിന് ചുറ്റും ത്രെഡ് വർക്ക് ഈ ഒരു ഇങ്ക് ബ്ലൂ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ത്രെഡ് വർക്ക് പോയിട്ടുള്ളത്. ക്ലോസർ വ്യൂ നോക്കിക്കേ. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ്. സിൽവർ ഷെയ്ഡിലൊക്കെ നമുക്ക് റെയർ ആയിട്ടേ കുർത്തീസ് കിട്ടാറുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യുക. കണ്ടോ, നല്ല ഷൈനിങ് ആണ് കേട്ടോ മിറേഴ്സിന്. ഒരു സൈഡിലോട്ടാണ് വീനക്ക് വന്നിട്ട് ഒരു സൈഡിലോട്ടാണ് ആ ഒരു ഹെവി മിറർ വർക്ക് പോയിട്ടുള്ളത്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ബോഡി പോർഷനിൽ ലൈനിങ് ഉണ്ട്. പക്ക നമ്മുടെ ഒരു സിൽവർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക. നല്ലൊരു റെയർ ഷെയ്ഡാണ് വരുന്നത്. അടിപൊളിയാണ് കാണാൻ. പ്രൈസ് വരുന്നത് 699 ഓൺലി. വീനക്കാണ്. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. ബാക്ക് പോർഷനിലൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആണ് കേട്ടോ. സ്ട്രെയിറ്റ് കട്ട് പാറ്റേൺ ആണ്. ഓക്കെ, അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. സ്ലബ് കോട്ടൺ സിൽക്കിൽ ഗോൾഡൻ യെല്ലോ ഷെയ്ഡിന് എപ്പോഴും നല്ല ഡിമാൻഡാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അതിൽ ആ മിറേഴ്സിന് ചുറ്റും ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു പിങ്ക് കളറിൽ ബോട്ടം ദുപ്പട്ടൊക്കെ വെച്ച് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടൊരു പാർട്ടി വെയർ ആയിരിക്കും. വീനക്കാണ് വരുന്നത്. ഹെവി മിറർ വർക്കാണ് കേട്ടോ ഒരു സൈഡിലോട്ട് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ലീവിൽ ലൈനിങ് ഇല്ല. 3/4 സ്ലീവ് ആണ്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ബാക്കിലൊന്നുമില്ല കേട്ടോ. പ്രൈസ് വരുന്നത് 699 ഓൺലി. ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു 699 പ്രൈസിന് ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാവുന്നതാണ്. വിതിൻ കേരള പോസ്റ്റൽ സർവീസ് വേണ്ടവർ മാത്രം എക്സ്ട്രാ ഒരു 59 റുപ്പീസ് പേ ചെയ്യേണ്ടി വരും. ആൻഡ് അതല്ലാതെ പോകുന്നതൊക്കെ DTDC ആയിരിക്കും. അതൊക്കെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ആൻഡ് ഔട്ട്സൈഡ് കേരള നമ്മളെല്ലാം നോർമൽ പോസ്റ്റിലാണ് വിടുന്നത്. അതെല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ.
ഓക്കെ 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. അടിപൊളി ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പിങ്ക് കളർ ആണ് നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത് മിറേഴ്സിന് ചുറ്റും. ആൻഡ് അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പേർപ്പിൾ വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിന് ചുറ്റും അതിൻ്റെ മിറേഴ്സിന് ചുറ്റും ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു ഒലിവ് ഗ്രീൻ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷനാണ്. സോ നമുക്ക് ഈ ഒരു കുർത്തിയുടെ കൂടെ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ ഉള്ള പാൻറ്റ് ദുപ്പട്ടയൊക്കെ വെച്ച് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വി നെക്കാണ് വരുന്നത്, വൺ സൈഡ് ഹെവി വർക്കാണ്. അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. സ്ലബ് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. 3/4 സ്ലീവ്, സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. 4 ഷെയ്ഡ്സ് ഉണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റ് ആകുമ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഓരോ ഷെയ്ഡും വേറെ നിൽക്കുന്ന പിക്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഏതെങ്കിലും ഒരു ഐറ്റം ഏതെങ്കിലും ഒരു സൈസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്, സ്റ്റോക്ക് ചെക്ക് ചെയ്യാനായിട്ടും വെബ്സൈറ്റ് നല്ലതാണ്. നമുക്ക് വാട്സപ്പിൽ റിപ്ലൈ കൊടുത്തിട്ട് ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും വെബ്സൈറ്റ് എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും തന്നെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കംഫർട്ടബിൾ അല്ലാത്തവർ മാത്രം താഴെ 2 വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട്. ഒന്നിൽ റിപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നെക്സ്റ്റ് നമ്പറിലൂടെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതിൽ ഒന്നിൽ ഫാസ്റ്റ് റിപ്ലൈ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കാറ്റലോഗ് കണ്ടാലോ. ഇന്നത്തെ വീഡിയോയിലെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നല്ല ഫോർമൽ ആയിട്ടുള്ള ഒക്കേഷൻസിനും അതുപോലെ തന്നെ കാഷ്വൽ ആയിട്ടുള്ള ഒക്കേഷൻസിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന എ-ലൈൻ ഫ്രോ കളക്ഷനാണ്. ഇത് വന്നിട്ട് സ്ട്രൈപ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ലൈറ്റ് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റിൽ വന്നിട്ട് സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ സ്ട്രൈപ്സിൻ്റെ കളേഴ്സാണ് ഇതിൽ കളർ ചേഞ്ച് ആയിട്ട് വരുന്നത്. എല്ലാം തന്നെ വൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ്. സ്ട്രൈപ്സ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടല്ലോ, ഒരു ബാട്ടിക്കിൻ്റെ ഒക്കെ ഒരു സ്ട്രൈപ്സ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഷർട്ട് കോളർ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്, നല്ല സ്റ്റൈലിഷ് ആണ് വെയർ ചെയ്യുമ്പം. എൽബോ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ ഹെമ്മിൽ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഫോൾഡഡ് ലുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം ബെൽറ്റ് താല്പര്യമില്ലാത്തവർക്ക് ജസ്റ്റ് അത് റിമൂവ് ചെയ്തിട്ട് നോർമലി ഷേപ്പ് ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. സെൻറ്ററിലൂടെ ഇങ്ങനെ പ്ലാക്കറ്റ് പോയിട്ട് ഇതൊന്നും തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഷോ ബട്ടൺസ് ആണ്, വുഡൻ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, താഴെ വരുമ്പോൾ ഇങ്ങനെയാണ്. താഴെ വരുമ്പോൾ വേറെ സ്ലിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ദെൻ കുർത്തി ഹെമ്മിൽ വന്നിട്ട് ഇതുപോലെ എക്സ്ട്രാ റഫിൾസും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. വേറെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ലുക്കാണ്. ഒരു കോട്ടൺ മിക്സ് ആയിട്ടൊരു ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. വേറെ ലൈനിങ് ഒന്നും ഇല്ല. പ്രൈസ് വരുന്നത് 645. മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡബിൾ എക്സൽ സൈസ് ഇല്ല. മീഡിയം ലാർജ് എക്സൽ ആണ് കേട്ടോ. അപ് ടു 42 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്റ്റൈലിഷ് ആയിരിക്കും വേറെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. പ്രൈസ് വരുന്നത് 645 ഓൺലി. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് വൈറ്റിൽ ഒരു ഓണിയൻ പിങ്ക് സ്ട്രൈപ്സ് ആണ് പോയിരിക്കുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കേ, ഇതുപോലെയാണ് കേട്ടോ. ഷർട്ട് കോളർ പാറ്റേൺ ആണ്. സ്ട്രൈപ്സ് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലുള്ള സ്ട്രൈപ്പാണ്. ബേസ് കളർ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. ദെൻ സെൻറ്ററിലൂടെ ഇങ്ങനെ പ്ലാക്കറ്റ് ആൻഡ് ഷോ ബട്ടൺസ് പോയിട്ടുണ്ട്. സ്ലീവ് എൽബോ സ്ലീവ് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ് കുർത്തി പോയിട്ടുള്ളത്. എ ലൈൻ പാറ്റേൺ ആണ്. ബേസിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ എക്സ്ട്രാ റഫിൾസും വരുന്നുണ്ട്. മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 645 ആണ് പ്രൈസ് വരുന്നത്. വേറെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടിപൊളി ലുക്കാണ്. ബോത്ത് ഫോർമൽ ആൻഡ് കാഷ്വൽ ഒക്കേഷൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. ബാക്കിലൊക്കെ തന്നെ സ്ട്രൈപ്സ് ആണ് കേട്ടോ. ഓക്കെ, സ്ട്രൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തടിയുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി ഫീൽ ചെയ്യുന്നൊരു പാറ്റേൺ ആണ്. അടുത്ത ഷെയ്ഡ് വന്നിട്ട് വൈറ്റിൽ ഗ്രീൻ സ്ട്രൈപ്സ് ആണ് പോയിട്ടുള്ളത്. ക്ലോസർ വ്യൂ നോക്കിക്കേ, ഇതുപോലെ ഗ്രീൻ കളറിലുള്ള സ്ട്രൈപ്സ് ആണ് ഓൾ ഓവർ ഫാബ്രിക്കിൽ പോയിരിക്കുന്നത് കേട്ടോ. വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഷർട്ട് കോളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിലൂടെ ആ ഒരു പ്ലാക്കറ്റ് ആൻഡ് ഷോ ബട്ടൺസ് പോയിട്ടുണ്ട്. ഏറ്റവും താഴെ വേറെ ഫ്രണ്ട് സ്ലിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ റഫിൾസ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലെയർ ഫീൽ ചെയ്യാൻ വേണ്ടി. ദെൻ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈനിങ് ഇല്ല കേട്ടോ. 645 രൂപയാണ് പ്രൈസ് വരുന്നത്. അടിപൊളി ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. വേറെ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കളർ കാറ്റലോഗിൽ വന്നിട്ടുള്ള ലാസ്റ്റ് കളർ ബ്രൗൺ സ്ട്രൈപ്സ് ആണ് വന്നിട്ടുള്ളത്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ, ഇങ്ങനെയാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സിമിലർ ആണ്. ഷർട്ട് കോളർ പാറ്റേൺ, പ്ലാക്കറ്റ് ആൻഡ് ഷോ ബട്ടൺസ് പോയിട്ടുണ്ട്. താഴെ റഫിൾസ് കൊടുത്തിട്ടുണ്ട്. താഴെ വേറെ ഫ്രണ്ട് സ്ലിറ്റ് ഒന്നും ഇല്ല. എൽബോ സ്ലീവ്സ് ആണ്. ലൈനിങ് ഇല്ല. പ്രൈസ് വരുന്നത് 645 രൂപ. മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ്. വേറെ ഇത് കഴിയുമ്പോഴത്തേക്കും നല്ല ലുക്കാണ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് കാറ്റലോഗാണ്. നമ്മൾ ഇന്നത്തെ അടുത്ത കളക്ഷൻ വന്നിട്ട് പ്രീമിയം റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു 3-piece സെറ്റ് കളക്ഷനാണ്. നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് വരുന്നത്. യോക്ക് ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു യോക്കാണ്. മെഷീൻ എംബ്രോയിഡറിയും ഹാൻഡ് വർക്കും അതുപോലെ തന്നെ പേളിൻ്റെ വർക്കും കട്ട് ബീഡ്സിൻ്റെ വർക്കും ഒക്കെ കൂടെ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു യോക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ക്ലോസർ വ്യൂവിലാണ് അത് ആ വർക്കിൻ്റെ ഒരു എത്രമാത്രം ഹെവി
കുർത്തി ആണെന്നുള്ളത് മനസ്സിലാവുന്നത്. സോ വർക്കിൻ്റെ ക്ലോസർ വ്യൂ ആദ്യം കാണിച്ചു തരാം. ഇതുപോലെയാണ് കേട്ടോ. ഹെവി വർക്കാണ്. സെറി ത്രെഡിൻ്റെ മെഷീൻ എംബ്രോയിഡറിയും അതുപോലെ തന്നെ ബാക്കി കളറിൽ കാണുന്ന ആ ഒരു ത്രെഡ് വർക്കൊക്കെ തന്നെ ഹാൻഡ് വർക്കാണ് പോയിട്ടുള്ളത്. ദെൻ ഇതുപോലെ വൈറ്റ് കളറിൽ കാണുന്നതൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു പേൾസ് ആണ്. ഇതുപോലെ കാണുന്നതൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു പേൾസ് ആണ് കേട്ടോ വൈറ്റ് കളറിൽ വരുന്നത്. ദെൻ ബോർഡർ ആയിട്ടൊക്കെ കട്ട് ബീഡ്സും നമ്മുടെ ഗോൾഡൻ കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട്. യോക്കിൽ 3 ഫാബ്രിക് ബട്ടൺസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു മെറൂൺ ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത്. സ്ലിറ്റഡ് ടോപ്പാണ്, 3 പീസ് സെറ്റാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വരുന്നത്. ഫാബ്രിക് ടോപ്പിൻ്റെ ഫാബ്രിക് വരുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ്. അതിലേക്ക് ഹെവി റിച്ച് ആയിട്ടുള്ള യോക്ക് പോർഷൻ ആണ്. നല്ലൊരു റൗണ്ട് നെക്ക് ആണ് കുർത്തിക്ക് പോയിട്ടുള്ളത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. 47 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. സ്ലീവിൽ ലൈനിങ് ഇല്ല. സ്ലീവ് 3/4 സ്ലീവ് ആയിട്ടാണ് കേട്ടോ. ബാക്ക് പോർഷൻ ഇതുപോലെ വരും. സോഫ്റ്റ് കോട്ടൺ സിൽക്ക് ആണ്. ആൻഡ് അതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ ഒരു പീച്ച് കളറിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഹാഫ് പോർഷൻ എലാസ്റ്റിക് ആൻഡ് ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഡോറീസ് ആണ് വരുന്നത്. നമുക്ക് വലിച്ചു കെട്ടാനായിട്ട് പറ്റും. 39 ഇഞ്ചസ് ആണ് ബോട്ടം ലെങ്ത് വരുന്നത്. ആൻഡ് എൻഡിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ പോട്ട്ലീസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമലി നമ്മൾ വെർട്ടിക്കലായിട്ട് ഇങ്ങനെയാണ് പോട്ട്ലീസ് കണ്ടിട്ടുള്ളത്. ഇത് പാൻറ്റിൻ്റെ ഹെമ്മിന് പാരലായിട്ട് ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ പോട്ട്ലീസ് കൊടുത്തിട്ടുള്ളത് ആ മെറൂൺ ഷെയ്ഡിൽ. ഓക്കെ, ദെൻ ദുപ്പട്ട ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. അതിൽ ഗോൾഡൻ സെറി ത്രെഡാണ് ഓൾ ഓവർ പോയിട്ടുള്ളത്. നല്ല ലെങ്ത്തും വിട്ടൊക്കെയുള്ള ദുപ്പട്ടയാണ്. 2 ബോർഡേഴ്സിലും മെറൂൺ ഷെയ്ഡ് വരും. സെൻറ്ററിലായിട്ട് പീച്ച് ഷെയ്ഡാണ് വരുന്നത്. സെമി സിൽക്കിൽ തന്നെ വന്നിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ. ദെൻ ഇതുപോലെ ഓൾ ഓവർ ഗോൾഡൻ സെറി ത്രെഡ്സിൻ്റെ വീവ് പോയിട്ടുണ്ട് ദുപ്പട്ടയിൽ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. എൻഡിൽ വന്നിട്ട് ടെസൽസും അവൈലബിൾ ആണ് കേട്ടോ. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. പ്രീമിയം റേഞ്ചിൽ വന്നിട്ടുള്ള 3 പീസ് സെറ്റ് കളക്ഷനാണ്. മെറൂൺ ആൻഡ് പീച്ച് കോമ്പിനേഷനാണ്. നല്ലൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1399 ഓൺലി. ലിമിറ്റഡ് പീസസേ ഉള്ളൂ. സോ ഇത്രയും വേഗം നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ 3ാമത്തെ കളക്ഷൻ വന്നിട്ട് ജോർജറ്റിൽ അജ്രക്കിൻ്റെ ആപ്ലിക് വർക്കും മിറർ വർക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി കളക്ഷനാണ്. നമ്മൾ ഇതുവരെ ആപ്ലിക് വർക്കിൻ്റെ കുർത്തീസ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ആപ്ലിക് വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. അതായത് ഇങ്ങനെ നമ്മളൊരു പർട്ടിക്കുലർ ഫാബ്രിക്കിൻ്റെ പീസുകൾ മാത്രമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന വർക്കാണ് ആപ്ലിക് വർക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ജോർജറ്റിൽ അജ്രക്കിൻ്റെ പാച്ചസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിൻ്റെ യോക്ക് വരുന്നത്. ആൻഡ് അതിലേക്ക് മിറർ വർക്കും പോയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി കളക്ഷനാണ്. സോ ഇത് വന്നിട്ട് 5 ഷെയ്ഡ്സിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡീപ്പ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ക്ലോസർ വ്യൂ നോക്കിക്ക് കണ്ടോ. ഇതുപോലെ അജ്രക്കിൻ്റെ ഓരോ പീസസ് പാച്ചസ് മാത്രമായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റേഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് വർക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഫാബ്രിക് ഏതാണോ ആ ഒരു സെയിം ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലൂ കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഫുള്ള് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മിറേഴ്സ് ഓൾസോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കുറച്ചിങ്ങനെ വലിയ സൈസിലുള്ള മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സോ നല്ല ഭംഗിയുള്ളൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടി വെയർ കളക്ഷനാണ്. ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടാണ് ഇത് വരുന്നത്. നല്ല നീറ്റായിട്ടാണ് നൈഫ് പ്ലീറ്റ്സ് എടുത്തിട്ടുള്ളത്. ബാക്കിലോട്ട് ജസ്റ്റ് എ ലൈനാണ്. സ്ലീവ് 3/4 സ്ലീവ് ആയിട്ടാണ്. സ്ലീവിൻ്റെ ഹെമ്മിൽ അജ്രക്കിൻ്റെ പാച്ച് വെച്ച് ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ യോക്കിൽ പാച്ച് കൊടുത്തിട്ടുള്ള ആ അജ്രക്കിൻ്റെ ഫാബ്രിക് തന്നെയാണ് സ്ലീവിൻ്റെ ഹെമ്മിലും കൊടുത്തിട്ടുള്ളത്. സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. 47 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും. പ്രൈസ് വരുന്നത് 845. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. വീനക്കാണ് കുർത്തിക്ക് വരുന്നത്. വല്ലാണ്ട് ഡീപ്പായിട്ടുള്ള വി അല്ല, ആവശ്യത്തിന് ഇറക്കം തന്നെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഷെയ്ഡിൽ വന്നിട്ടുള്ളത് പീകോക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ഡാർക്ക് പീകോക്ക് ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഗ്രീനിൻ്റെ തന്നെ 3 ഷെയ്ഡ്സിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. പീകോക്ക് ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ഒലിവ് ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് പീകോക്ക് ഗ്രീൻ ആണ്. ക്ലോസർ വ്യൂ നോക്കിക്കേ. ആ ഒരു അജ്രക് പാച്ചസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ട് സെയിം ഈ ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡിൽ തന്നെയുള്ള പീകോക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഫുൾ വർക്ക് പോയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വർക്ക് പോയിട്ടുണ്ട്. ആൻഡ് അതിലൊക്കെ തന്നെ മിറേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. നീറ്റായിട്ടുള്ള പ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളൂ. ഈ സൈഡിലോട്ട് പോകുമ്പോൾ പ്ലീറ്റ്സ് വരുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ സെൻറ്റർ പോർഷനിലാണ് നമ്മുടെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ജസ്റ്റ് എ ലൈനാണ്. ബാക്കിൽ പ്ലീറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്, സ്ലീവിൽ ലൈനിങ് ഇല്ല. പീകോക്ക് ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. 47 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിലൊക്കെ ധൈര്യമായിട്ട് മേടിച്ചോളൂ. വയറൊന്നുള്ളത് അറിയില്ല കേട്ടോ. സ്ലീവ് 3/4 സ്ലീവ് ആയിട്ടാണ്. സ്ലീവിൻ്റെ ഹെമ്മിൽ അജ്രക് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് ഇതിനകത്ത് വന്നിട്ട് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. അതിലേക്ക് അജ്രക്കിൻ്റെ പാച്ചസ് ആപ്ലിക് വർക്കാണ് പോയിട്ടുള്ളത്. ക്ലോസർ വ്യൂ നോക്കിക്കേ, കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പാച്ചസ് കൊടുത്തിട്ട് സെയിം ബ്ലാക്ക് കളർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ്. ആ നെക്ക് ലൈനിലൊക്കെ തന്നെ ബോർഡർ പോലെ നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്, തിക്കായിട്ട്. ദെൻ ഇതിലൊക്കെ തന്നെ പാച്ചിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട്.
നല്ല ഭംഗിയാണ് കേട്ടോ. ബ്ലാക്ക് കളർ കട്ട് ബീഡ്സ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും പാൻറ്റിക്കിൻ്റെ വർക്ക് കണ്ട് മതിയായിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ മിറർ വർക്കും പോയിട്ടുണ്ട്. സ്ലീവ് 3/4 സ്ലീവ് ആയിട്ടാണ്. സ്ലീവിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല, ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. ഫ്രണ്ട് പ്ലീറ്റഡ് പാറ്റേൺ ആണ്, ബാക്കിലോട്ട് പ്ലീറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. 845 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതാ സെയിം തന്നെ ഫീച്ചേഴ്സ്. നമ്മൾ ആ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഓൾ ഓവർ വർക്ക് പോയിട്ടുള്ളത്. റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ഷെയ്ഡാണ്. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാത്തിലും തന്നെ സെയിം അജ്രക്കിൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ്, നീറ്റായിട്ടാണ് പ്ലീറ്റ്സ് എടുത്തിട്ടുള്ളത്. ആൻഡ് വീനെക്ക്, ആ നെക്ക് ലൈനിൽ നല്ല ഭംഗിക്ക് ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് പോയിരിക്കുന്നത്. ആൻഡ് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആണ്. വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം. ദെൻ ബാക്കിൽ എ ലൈൻ കട്ട് തന്നെയാണ് വരുന്നത്. സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇരിക്കുന്നത്. ബോഡി പോർഷനിൽ ലൈനിങ് ഉണ്ട്, സ്ലീവിൽ ലൈനിങ് ഇല്ല. 845 രൂപയാണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. ആൻഡ് ഞാൻ പറഞ്ഞു ഗ്രീനിൻ്റെ 3 ഷെയ്ഡ്സ് ഉണ്ടെന്ന്. ഇത് 3ാമത്തെ ഷെയ്ഡാണ്. ഡാർക്ക് ഗ്രീൻ, നമ്മുടെ ഫോറസ്റ്റ് ഗ്രീൻ ആണ് വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെയാണ്. സെയിം ഫീച്ചേഴ്സ് തന്നെ. ആ ഒരു സെയിം ഗ്രീൻ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് വർക്കെല്ലാം തന്നെ പോയിട്ടുള്ളത്. ദെൻ മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പ്ലീറ്റ് പാറ്റേൺ ആണ്. നല്ലൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിയുമ്പം. 845 രൂപ, 845 ഓൺലി. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ബാക്കിൽ എ ലൈൻ കട്ടാണ്. 5 ഷെയ്ഡ്സ് ഉണ്ട്. മാക്സിമം എല്ലാവരും തന്നെ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പാഴ്സൽ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വെക്കുക. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 1 മിനിറ്റ് വീഡിയോ മതി. ഐറ്റം ആ ഒരു പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഐറ്റം ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ കേസ് എന്തെങ്കിലും ഡിഫക്ട്സോ ഡാമേജസോ അങ്ങനെയുള്ള കേസസിലൊക്കെ നിങ്ങൾക്ക് റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. അൺബോക്സിംഗ് വീഡിയോയിലുള്ള ഏതൊരു ഡാമേജിനും നമ്മൾ ഉത്തരവാദികളായിരിക്കും. ബിഫോർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ അതുണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുക. അതിലില്ലാത്തൊരു ഡാമേജിനും നമ്മൾ ഉത്തരവാദികളായിരിക്കില്ല. അപ്പോൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് വയ്ക്കുക. സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല. സൈസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ 2 വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അതിനകത്ത് ചോദിച്ച് നിങ്ങളുടെ സൈസിലുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷൻ ആയിട്ട് വരാം. അതുവരെ ഇറ്റ്സ് മേഖല സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ. താങ്ക് യു.